വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്നിട്ട് ഇവന്മാരുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ ഇവന്മാരുടെ തന്തയായിട്ടുള്ള നമ്മളെ ഈ ട്രോളന്മാരവനെ ജർമ്മനിയിലുള്ളത് കൊണ്ട് ജർമ്മൻ ഷെപ്പേർഡ് എന്നാണ് വിളിക്കുന്നത്, ധ്രുവ് റാഠിയെ രംഗത്ത് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവനൊരു പക്ക സോറോസിന്റെ ഏജന്റ് ആണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെയുള്ള കമ്മികൾക്കും സുഡാപ്പികൾക്കും ജിഹാദിസ്റ്റുകൾക്കും ഇവൻ ബാഹുബലിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവൻ സോറോസിന്റെ ഏജന്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇവന് ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ലഭിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഇപ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ ചാനൽ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വന്നിട്ട് 10-15 കൊടുത്തിട്ട് നമുക്ക് അനുകൂലമായിട്ട് വാർത്തയെ അവർ പറയുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ പിന്നെ ഇവന്റെ കാര്യം പറയണം. ഇവന് അത്രയ്ക്കുള്ള റീച്ച് ഉണ്ട്, ഇവന് അത്രയ്ക്ക് അവന്റെ പിറകിൽ വലിയൊരു ടീം തന്നെയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു നിഷ്പക്ഷനാണ് എന്നുള്ള രീതിയിലാണ് അവൻ പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, നല്ല കാര്യം. ഏത് രീതിയിലും ആർക്കും എന്ത് രീതിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാലും നമ്മുടെ രാജ്യത്ത് ഇരിക്കാതെ അവൻ വേറെ രാജ്യത്ത് പോയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടെ നിൽക്കട്ടെ. ഇപ്പൊ ഇതാ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്ന് പറഞ്ഞ് ധ്രുവ് റാഠി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പോലും ഇതുവരെ പറഞ്ഞ് രംഗത്തെത്തിയില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയാണ്. ഈ പുള്ളി പട്ടായെന്ന് തിരിച്ചു വന്നില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ധ്രുവ് റാഠി രംഗത്തെത്തിയിട്ട് പറയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയാണ്. ഇപ്പൊ ഈ വാദങ്ങളൊക്കെ ഒരുപാട് പേര് മടുത്ത് കേട്ടോ എല്ലാവർക്കും. കാരണം ഇതിനി എത്ര കാലം ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും? പുതിയ എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നാലേ ഇനി പിടിച്ചിരിക്കാൻ രക്ഷയുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ വോട്ട് ചോദ്യമൊക്കെ ബോംബായിട്ട് കൊണ്ടുവന്ന് ചീറ്റിപ്പോയി. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയിൽ 6 തെളിവുകളാണ് ഇവൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ 6 തെളിവുകളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. ഒന്ന്, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് 10,000 രൂപ നൽകി. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ്. പിന്നെ വ്യാജ വോട്ടർമാര്, അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ്. വോട്ടർമാർക്കായി സ്പെഷ്യൽ ട്രെയിനിൽ വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിച്ച് എന്ത് ചെയ്തു? വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. CCTV നിയമങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചു എന്ന് പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടർമാരെ വെട്ടി എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായിട്ടുള്ള നിലപാട്. ഇത് 6 കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ നമുക്ക് ഈ 6 പെട്ടെന്ന് അഡ്രസ് ചെയ്ത് പോകാൻ പറ്റുന്ന വെറും മണ്ടത്തനങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ 6 ചിലതൊക്കെ കോടതി എടുത്ത് തോട്ടിലോട്ട് വരുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് നൽകിയ 10,000 രൂപയാണ് അവന്റെ ആദ്യത്തെ പോയിന്റ്. അതാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബീഹാർ സർക്കാർ നടത്തിയ വലിയ സംഭവം. അപ്പൊ ഇത് തൊട്ട് തുടങ്ങാം. നമ്മുടെ ഈ കോൺഗ്രസ് ഈ വിദേശ ശക്തികൾക്ക് ഒരിക്കലും ഈ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല. ബ്രിട്ടീഷുകാർ, മുഗളന്മാർ, അറേബ്യൻസ് എല്ലാവരും വന്നിരുന്നു ഇവിടെ. അത് തന്നെയാണ് ഇപ്പൊ കോൺഗ്രസിന് സംഭവിക്കുന്നത്. കോൺഗ്രസിന് സ്ഥാപിച്ചത് എഒ ഹ്യൂം എന്ന് പറയുന്നൊരു വിദേശിയാണ്. കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നതും വിദേശ ബന്ധങ്ങൾ തന്നെയാണ്. സോണിയാഗാന്ധിയുടെ വിദേശിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന, അദ്ദേഹത്തിന്റെ മകൻ രാഹുൽ ഗാന്ധിയുമാണ്. അതായത് ഈ മണ്ണിൽ കാലുറച്ച് നിന്നു കഴിഞ്ഞാൽ ഈ മണ്ണിന്റെ മണവും ഈ മണ്ണിന്റെ ചൂരും ഉണ്ടെങ്കിൽ ഈ മണ്ണിന്റെ രാഷ്ട്രീയവും ജനമനസ്സും നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോഴിതാ പെട്ടുകിടക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ ജർമ്മനിയിൽ നിന്ന് ഒരാൾ എത്തുകയാണ്. ധ്രുവ് റാഠി ഇന്ത്യനാണ്, ഇന്ത്യ നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും കൈവച്ചാലൊന്ന് പേടിച്ചിട്ടാണ് ജർമ്മനിയിൽ പോയി നിൽക്കുന്നത്. ലെഫ്റ്റെന്നാണ് ഞാൻ ഈ ധ്രുവ് റാഠി ശ്രദ്ധിക്കാൻ കാരണം, ഇന്നലെ ഒരുപാട് പേര് നമുക്കും ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇവനിങ്ങനെ പറയുന്നുണ്ടല്ലോ. ചില കേരളത്തിലെ ചില ഓൺലൈൻ മീഡിയാസ് ഈ ധ്രുവ് റാഠിയുടെ വീഡിയോകൾ മലയാളത്തിലാക്കി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മുഖ്യധാരാ ചാനൽ, ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളും നൽകുന്നുണ്ട്. ധ്രുവ് റാഠി എന്തോ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. അദ്ദേഹം ആദ്യം ഓരോ പോയിന്റും പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓരോ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും പറയാനായിട്ട്. ഒന്നാമത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് നൽകിയ 10,000 രൂപയാണോ ഇത് അട്ടിമറിക്കാനായിട്ട് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ സംഭവം? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അകത്ത് പോകേണ്ടി വരും. അദ്ദേഹം പെൻഷൻ വല്ലാത്ത രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര 7,000 രൂപ 3,600 രൂപ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അകത്ത് പോകേണ്ടി വരും, കാരണം കിറ്റ് കൊടുത്തു. അത് വേറെ കാര്യം. സ്വാഭാവികമായി സർക്കാരുകൾ, ഭരിക്കുന്ന സർക്കാരുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനത്തിന് പണം നൽകുക എന്നുള്ള പുതുമയുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവിടുത്തെ സ്ത്രീ വോട്ടർമാർക്ക് ഒരു ഫോം കൊടുത്തിരുന്നു. ആ ഫോം ഫില്ല് ചെയ്തിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1,00,000 രൂപ വെച്ച് തരാമെന്ന്. അധികാരത്തിൽ പോലും ഇല്ലാത്തൊരു പാർട്ടി കൊടുത്ത വാഗ്ദാനമാണ്. ഒടുവിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് 17 സീറ്റ് കിട്ടി ലോക്സഭയിൽ, UP-യിൽ. അവിടേക്ക് DCC ഓഫീസിന്റെ മുമ്പിലേക്കൊക്കെ പെണ്ണുങ്ങൾ ഈ പേപ്പറുമായിട്ട് ചെന്നു. അത് നമ്മളടക്കം എല്ലാവരും വാർത്ത ചെയ്തതാണ്. പൈസ എവിടെ എന്ന് ചോദിച്ചു, മുങ്ങി. കാരണം ഈ പൈസയുടെ ചെക്ക് പോലൊക്കെ അടിച്ച്, പണം പോലൊക്കെ അടിച്ചിട്ട് ഈ ഫോമിലുണ്ട്. ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് സാധനം ഇവിടെ എന്ന് വെച്ചപ്പോൾ സംഭവമില്ല. DCC ഓഫീസ് എല്ലാം പൂട്ടിപ്പോയി. അന്ന് പൂട്ടിയതാണ്, ഇന്നും തുറന്നിട്ടില്ല. അവിടെ ഒന്നും ഇപ്പോഴും തുറന്നിട്ടില്ല. കാരണം തുറക്കാൻ പറഞ്ഞില്ല, പെണ്ണുങ്ങൾ കൈവെക്കും. കാരണം ഒരു ഇതുമില്ലാതെ വ്യാജ വാഗ്ദാനം നൽകിയ ആളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. ഇവിടെയാണ് ഒരു സംസ്ഥാന സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന, ഇത് മധ്യപ്രദേശിലും അവിടുത്തെ ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മേടിച്ചുകൊണ്ടിരുന്ന പെൻഷൻ ഡബിൾ ആക്കിയായിരുന്നു.
അത് സ്വാഭാവികമായി എല്ലായിടത്തും നടന്നു. കർണാടകത്തിൽ ചെയ്തിരുന്നില്ലേ? എല്ലായിടത്തും നടക്കുന്നതല്ലേ ഈ സംഭവങ്ങളെല്ലാം. അപ്പൊ അതിലെന്താണ് ഒരു പുതുമ? അതെങ്ങനെ കൈക്കൂലിയാകുന്നത്? ഒരു സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ പിണറായി ആദ്യം പോകണമല്ലോ സംസ്ഥാനത്ത്. കാരണം കർണാടകത്തില് അദ്ദേഹം ഇത് ഭയങ്കര രസമാണ് ചെയ്തിട്ടുണ്ട്. കേട്ടോ. സിനിമയിലൊക്കെ കാണുന്ന പോലെ DK ശിവകുമാർ ജയിച്ച് കഴിഞ്ഞ ശേഷം, ജയിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് റാലികളിലും ഈ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, റാലികളിലെ വണ്ടി അപ്പുറവും ഇപ്പുറവും പ്രവർത്തകർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ബിജുട്ട് ആ വിഷ്വൽ കണ്ടു കാണും. ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രോൾ വിഷ്വലായിരുന്നു. അപ്പൊ പ്രവർത്തകനെ നോക്കി കാണിക്കുകയാണ്, അവിടെ നിന്നോ ഞാൻ ഏർപ്പാടാക്കാം. ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ല, ഒന്ന് അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പറയൂ, അത് ഒരു പ്രശ്നമില്ല. അതൊന്നും മനസ്സിലായി, ഞാൻ ഏർപ്പാടാക്കാം, കുപ്പി ഞാൻ ഏർപ്പാടാക്കാം, ഒന്നും പേടിക്കണ്ട. അല്ല, അങ്ങനെ അതാണ്. അപ്പൊ ആ ധ്രുവറാത്തിയുടെ ഒരു ബാലിശമായ ആരോപണം. ഇനി അടുത്ത ആരോപണത്തിലേക്ക് പോകാം. എന്താണ് ഇനി അടുത്ത അദ്ദേഹത്തിന്റെ അടുത്ത ആരോപണം ആരോപണം? ഭയങ്കര ഭയങ്കര രസകരമായിട്ടുള്ളതാണ്. വോട്ടർമാർക്കായിട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പാടാക്കി നരേന്ദ്രമോദി വോട്ടർമാരെ മാസമായിട്ട് കൊണ്ട് ഇറക്കി വോട്ട് ചെയ്യിപ്പിച്ചു. ഇതാണ് അടുത്ത ആരോപണം. വാർത്ത സത്യമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയും നമ്മുടെ ലല്ലുവിന്റെ പാർട്ടിക്കാരും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. അവിടെ ദീപാവലി നവരാത്രിയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഓണം, ക്രിസ്മസ് തുടങ്ങിയ സമയങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും മറ്റുമൊക്കെ കൂടുതൽ ഉത്സവകാല ട്രെയിനുകൾ, പ്രത്യേകിച്ച് ശബരിമല സീസണിലുമൊക്കെ ഉത്സവകാല ട്രെയിനുകൾ അഡീഷണൽ ആയിട്ട് അനുവദിക്കാൻ, അതിനുവേണ്ടി നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കാറുമുണ്ട്. അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു. അങ്ങനെ ഈ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അവരൊക്കെ നവരാത്രിയും ദീപാവലിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവധിക്കാല ട്രെയിനുകൾ അനുവദിച്ചിരുന്നു. നമുക്കറിയാം, ഒരു ട്രെയിനിൽ കൊള്ളുന്നത് 1.5 ലക്ഷം പേരൊന്നും അല്ല. മാക്സിമം ഒരു 750-800 പേര് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അപ്പൊ സ്വാഭാവികമായി ജനം ട്രെയിനിൽ ഇരച്ചെത്തും. കാരണം നമ്മളും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഒരു ലോങ് ട്രിപ്പ് പോകണം. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് പഴനിക്ക് ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. നമ്മളൊന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയാൽ ടിക്കറ്റ് ഇല്ല അതിൽ. അപ്പൊ എങ്ങനെയാണ്? എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടിക്കറ്റ് അവൈലബിൾ ആകാൻ. അപ്പൊ സ്വാഭാവികമായ വണ്ടി നിറഞ്ഞു തന്നെയല്ലേ വരികയുള്ളൂ. അങ്ങനെ സ്വാഭാവികമാണ്. അത് അന്നേരം തന്നെ ചീറ്റിയതാണ്, ഇലക്ഷന് മുമ്പ് തന്നെ ചീറ്റിയതാ. അതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയില്ല. എന്താണെന്നറിയാവോ? ബീഹാറിലെ ജനം പ്രശ്നം ഉണ്ടാക്കും. അവർ പറയടാ, ഞങ്ങൾ ഉത്സവത്തിൽ ഞങ്ങൾ വീട്ടിൽ വരാൻ ട്രെയിൻ അനുവദിച്ച് നല്ല കാര്യമല്ലേ, ആ ട്രെയിൻ ഞങ്ങൾ കയറി വരുന്നതിനെ നീയൊക്കെ എതിർക്കുന്നു എന്ന് ചോദിക്കും. അതുകൊണ്ട് അത് അന്നേരം തന്നെ രാഹുൽ ഗാന്ധിയും ടീം ഒഴിവാക്കിയ ഒരു ആരോപണമാണ്. ധ്രുവറാത്തി ജർമ്മനിയിലായതുകൊണ്ട് അല്പം ലേറ്റായിട്ടായിരിക്കും വിവരം അറിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം. അതെ, അതെ. എന്തായാലും ഈ ട്രെയിനിൽ കയറി വരുന്നവര് BJP തന്നെ വോട്ട് കുത്തുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതാണ് എന്റെ ചോദ്യം. ഈ ട്രെയിൻ അനുവദിച്ചു, ഓക്കെ, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെയാണ് ട്രെയിൻ അനുവദിച്ചെന്ന് ഇരിക്കട്ടെ, അവിടെ വരുന്ന ആൾക്കാർക്ക് BJP വോട്ട് ചെയ്യും എന്ന് എന്താണ് ഉറപ്പ്? അതൊരു ചോദ്യമില്ലേ? അല്ല, എന്തായാലും അടുത്ത ആരോപണത്തിൽ തോറ്റിരുന്നെങ്കിൽ ഇവർ തലക്കെട്ട് മാറ്റിയാനെ. ട്രെയിനിൽ ആളുകൾ BJP തോപ്പിക്കാൻ എത്തിയെന്നാക്കിയാണ് തലക്കെട്ട്. അത് 100%. പിന്നെ BJP ട്രെയിനിൽ തോപ്പിക്കാൻ ഇരച്ചെത്തി ട്രെയിൻ എന്നൊക്കെ പിടിച്ചെത്തി, ആക്കിയല്ലേ. ട്രെയിനിൽ ഇരച്ചെത്തി എന്നൊക്കെ പറഞ്ഞത്. അടുത്തത് ഭയങ്കര ഗംഭീരമായിട്ടുള്ളതാണ്. അത് എനിക്കും ഡൗട്ടുള്ള സാധനമാണ്. അതെനിക്ക് ചോദിക്കണമെന്നുണ്ട്. CCTV നിയമങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചു. ഇതെല്ലാവരും ഉന്നയിക്കുന്ന ആരോപണമാണ് കേട്ടോ. എന്താ ഈ സംഭവം? CCTV ദൃശ്യങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ഞാൻ വേറെ ചിലതിൽ വായിച്ചത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതാണ്. അശ്ലീല ദൃശ്യങ്ങളൊന്നും അല്ലല്ലോ പുറത്തുവിട്ട്, വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളല്ലേ പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ CCTV മറച്ചു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. മറച്ചതല്ല പറഞ്ഞത്, ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദൃശ്യം പുറത്തു വിട്ടില്ലെന്നും പറഞ്ഞായിരുന്നല്ലോ നേരത്തെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ദൃശ്യം പുറത്തു വിട്ടു നിന്ന് ഈ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടു, ഇതാണ് അദ്ദേഹം പറയുന്നത്. അതെന്തു വെച്ചാൽ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അതങ്ങ് മുക്കിയിട്ട് പകരം ദൃശ്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാക്കി. ഇനി അത് ട്രാൻസ്ലേഷനിൽ വന്ന തെറ്റാണോ, ഇനി ഞാൻ മനസ്സിലാക്കിയ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തൊരു സംഭവം, വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടർമാരെ വെട്ടി വ്യാജ വോട്ടർമാരെ കയറ്റി എന്നാണ് പറയുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി തന്നെ ബീഹാറിൽ വെട്ടിയിരുന്ന SIR വന്നിരുന്നു. അത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. വ്യാജ വോട്ടർമാരെ തന്നെയാണ് മാറ്റിയത്. മുസ്ലിങ്ങളെ ഒരുപാട് പേരെ വെട്ടി, ദളിതരെയും വെട്ടി എന്ന് പറയുന്നുണ്ട്. ഉറപ്പായും മുസ്ലിങ്ങളെ തന്നെയാണ് കൂടുതൽ പോയിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ നിന്നും മറ്റും കടന്നു കയറിയ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഒക്കെ മുസ്ലിംമാരായിരുന്നു. അവർ തന്നെയാണ് കുറച്ചധികം പേര് പോയിരിക്കുന്നത്. പിന്നെ ഈ ദളിതരെ വെട്ടിയ കഥയൊന്നും അറിയില്ല. കാരണം അവരുടെ വോട്ടൊക്കെ ഉണ്ട്. അവരുടെ സംഘടനകൾ പോലും അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഇനി പഴയ ബോംബ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായിട്ടുള്ള നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയങ്കര പക്ഷപാതപരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവരുടെ പറയുന്നു. അത് സ്വാഭാവികമായി എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് ഒരു ന്യായമുള്ള കാര്യമല്ല. അത് തോക്കുന്ന എല്ലാവരും സ്വാഭാവികമായിട്ട് പറയുന്നത്. അത് വലിയ കാര്യഗൗരവമുള്ളതൊന്നും അല്ലത്. തോറ്റിരുന്നെങ്കിൽ അവരെന്താ BJP തോറ്റിരുന്നെങ്കിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു വാർത്ത
ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. BLOമാർക്ക് ഒരു സന്തോഷ വാർത്ത, എന്നിട്ട് കേരളത്തിലല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ BLOമാര് ഫ്രസ്ട്രേഷൻ അടിച്ച് മുണ്ടുനോക്കി കാണിക്കുക. മധ്യപ്രദേശിലുണ്ടല്ലോ, മധ്യപ്രദേശിലെ BLOമാരുണ്ടല്ലോ, ഈ പരിപാടി തീർക്കുന്ന BLOമാർക്കെല്ലാം അവിടെ ഹെലികോപ്റ്റർ യാത്ര, പിക്നിക്ക്, സിനിമ ടിക്കറ്റ്, ടൂറ്, പിന്നെ ഈ സഫാരി പാർക്കിലോട്ടുള്ള യാത്രകൾ എല്ലാം മധ്യപ്രദേശ് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുക BLOമാർക്ക്. അതുകൊണ്ട് അവരവിടെ പെട്ടെന്ന് പണി തീർക്കുക കേട്ടോ. കേരളത്തിലെ BLOമാര് നേരെ തിരിച്ചാ. കേരളത്തിൽ ഈ BLOമാര് എങ്ങനെയെങ്കിലും ഈ പണി നിർത്തി പോയാൽ മതി എന്നാണ് സർക്കാർ. അതുകൊണ്ട് എക്സ്ട്രാ പണി അവർക്ക് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടെന്നുള്ള വിഷയം വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് BLOമാരുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് പറയുന്നത്. മധ്യപ്രദേശിലൊന്നും ഒരു കുഴപ്പമില്ല. അവർ പാരിതോഷികം തരാന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പണി തീർക്കുകയാണ്. 5-10 ദിവസങ്ങളിലാണ് 7000 വീടുകളിലൊക്കെ കയറി ഫോം വിതരണം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അത് എൻറോൾ ചെയ്ത് എല്ലാം കഴിഞ്ഞിരുന്നു. എന്നിട്ട് ആ ഹെലികോപ്റ്റർ ടിക്കറ്റ് വാങ്ങിച്ച് സവാരിക്ക് പോവുകയാണ് ഇപ്പോൾ അവിടെ എല്ലാവരും. അല്ല, ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഗുണ്ടായുസവും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ ഉള്ള. അവിടെ BLOമാര് 80,000-ൽ പരം BLOമാരാണ് വർക്ക് ചെയ്തത്. വന്നിട്ട് അത് 3 പേർ മാത്രമാണ് മരിച്ചത്. ആത്മഹത്യ അല്ല കേട്ടോ, മരിച്ചതെന്ന് വെച്ചാൽ അവരുടെ യാത്രക്കിടയിലോ മറ്റോ സംഭവിച്ചതാണ്. അവിടെ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് വളരെ ഈസി ആയിട്ട് അത് നടന്നുവെങ്കിൽ, കേരളം പോലെ ശാന്തസുന്ദരമായ പ്രബുദ്ധർ മാത്രം താമസിക്കുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ അടിക്കുന്ന ഒരു BLOമാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പണിക്കേ കൊള്ളത്തില്ല. ഈ പണിക്കെന്നല്ല, ഒരു പണിക്കും കൊള്ളുന്നവരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ഒരുത്തിന് എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ എത്ര മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത്? ശരീരത്തിന് വയ്യെങ്കിൽ പോലും രാവിലെ തൊട്ട് നമ്മൾ എത്ര മണിക്കൂർ നിൽക്കുന്നുണ്ട്.